ട്രംപ് ഭരണകൂടം 2025 ഒരു യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ പല കോളേജുകളിലേക്കും വിദേശ വിദ്യാർത്ഥികൾക്ക് വരാൻ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, കരീബിയൻസ് എന്നിവിടങ്ങളിലെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പുതിയ F1, J1, M1 വിസകൾ കിട്ടാൻ ഈ നിയമം തടസ്സമുണ്ടാക്കുന്നുണ്ട്. 7 രാജ്യങ്ങൾ കൂടാതെ നിയന്ത്രണങ്ങളുമുണ്ട്. അവിടെ വിസ ഇന്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഗ്രീൻ കാർഡ് ഉള്ളവർക്കും ഇരട്ട പൗരത്വമുള്ളവർക്കും ചില കായിക താരങ്ങൾക്കും മാത്രമാണ് ഇതിൽ ഇളവുള്ളത്. കഴിഞ്ഞ വർഷം ഏകദേശം 5700 വിദ്യാർത്ഥികൾക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ വിസ ലഭിച്ചിരുന്നു. അവർക്ക് ഈ വർഷം ക്ലാസ്സിൽ വരാൻ കഴിയില്ല. രാജ്യം മുഴുവനായി കണക്കാക്കിയാൽ ഏകദേശം 30 മുതൽ 40% വിദേശ വിദ്യാർത്ഥികളുടെ കുറവുണ്ടാകും. ഇത് ഏകദേശം 1,50,000 വിദ്യാർത്ഥികളുടെ കുറവാണ് കാണിക്കുന്നത്. ഈ നിയമം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഭരണകൂടം പറയുന്നത്. വിസ കാലാവധി കഴിഞ്ഞും പലരും അവിടെ തന്നെ താമസിക്കുന്നെന്നും വിദേശ രാജ്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നും അവർ പറയുന്നു. എന്നാൽ ഈ നിയമം വിവേചനപരമാണെന്നും ഇത് കോളേജുകൾക്കും അവിടുത്തെ സാമ്പത്തിക രംഗത്തിനും വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്നും വിമർശകർ പറയുന്നു. ഒരു വലിയ US യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കോളേജുകൾക്ക് ക്ലാസുകൾ നിറക്കാനും പണം കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. നാഫ്സ എന്ന സംഘടന പറയുന്നത് ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കാൻ വരുന്നവരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ്. ഇന്ത്യ ഈ നിരോധന പട്ടികയിൽ ഇല്ലെങ്കിലും പല ഇന്ത്യൻ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ പറയുന്നത് ഈ നിയമം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന് പല കുടുംബങ്ങൾക്കും പേടിയുണ്ടെന്നാണ്. പല ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ രാജ്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ രീതികൾ വിശ്വാസമില്ലാതാക്കുന്നു. വലിയ തുക മുടക്കുന്നതിന് മുൻപ് രക്ഷിതാക്കൾക്ക് ഉറപ്പ് വേണം എന്ന് ഗുരുഗ്രാമിലെ ഒരു കൺസൾട്ടന്റ് പറഞ്ഞു. ഹാർവാർഡ് പോലുള്ള ചില വലിയ യൂണിവേഴ്സിറ്റികൾ ഈ നിയമത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മിക്ക കോളേജുകളിലും ഈ നിയമം ഈ സെമസ്റ്ററിൽ നടപ്പാക്കും. വിദേശ വിദ്യാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ പഠന രീതികളിലും അവിടുത്തെ സംസ്കാരത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അമേരിക്ക വിശ്വസ്തമായ ഒരു പഠന കേന്ദ്രമായിരിക്കുമോ എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചിന്തിക്കുകയാണ്. വിസ റദ്ദാക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണം. 2005 6000-ലധികം വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ 4000 എണ്ണം ക്രിമിനൽ കുറ്റങ്ങൾ കാരണവും 200 മുതൽ 300 എണ്ണം തീവ്രവാദ ബന്ധങ്ങൾ ആരോപിച്ചുമാണ്. റദ്ദാക്കിയ വിസകളിൽ പകുതിയും ഇന്ത്യക്കാരുടേതായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ക്ലാസുകൾ മുടങ്ങുക, അനുമതിയില്ലാത്ത ജോലികൾ ചെയ്യുക, ഫുൾ ടൈം കോഴ്സുകൾ ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വിസ റദ്ദാക്കാൻ കാരണമാകുമെന്ന് US എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നാട് കടത്തുകയും പിന്നീട് US-ൽ വരാൻ പറ്റാത്ത രീതിയിൽ നിരോധിക്കുകയും ചെയ്യും. ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യക്ക് യാത്രാവിലക്കില്ലെങ്കിലും വിസ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. F1 വിസക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനില്ലെന്ന് പല വിദ്യാർത്ഥികളും പറയുന്നു. അപ്പോയിൻമെൻറ്റ് ഇല്ലാത്തവർക്ക് ഈ വേനൽക്കാലത്ത് ഇൻ്റർവ്യൂവിന് അവസരം കിട്ടുമെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല എന്ന് US എംബസി പറയുന്നുണ്ട്. വിസ കിട്ടാത്തത് കൊണ്ട് പല വിദ്യാർത്ഥികളും അവരുടെ യാത്ര മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ കോഴ്സുകൾ ചേരുന്നത് വൈകുന്നു. നിർബന്ധിത ഇൻ്റർവ്യൂകളും കൂടുതൽ പരിശോധനകളും കാരണം വിസ കിട്ടാൻ കൂടുതൽ സമയമെടുക്കുന്നു. ഈ നിയമങ്ങൾ ഏകദേശം 3,30,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും US-ലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. PhD ചെയ്യുന്നവരെയും STEAM OPT പ്ലാൻ ചെയ്യുന്നവരെയും ഇത് സാരമായി ബാധിക്കും. കൂടുതൽ ഫീസുകളും വിസ നേടാനുള്ള ചിലവുകളും കാരണം വിദ്യാഭ്യാസം കൂടുതൽ ചിലവേറിയതാകും. ഒരേ ലെവലിലുള്ള മറ്റൊരു ഡിഗ്രിക്ക് ചേരാൻ പറ്റാത്തതുകൊണ്ട് H1B വിസ കിട്ടാത്തവർക്ക് മറ്റ് വഴികൾ അടയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിസയ്ക്ക് അപേക്ഷിക്കുക. കാരണം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇൻ്റർവ്യൂവിന് ആവശ്യമായ എല്ലാ രേഖകളും ശരിയാക്കി വെക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഏകദേശം 23,523 രൂപ, അതായത് $274 അധികം ഫീസ് അടക്കാൻ തയ്യാറാകുക.